മൈ യൂട്യൂബ് ചാനൽ 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സ്ആപ്പ് നമ്പർ. ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെന്റ് ഉണ്ട്, ഫ്രീ റീഡിംഗ് അല്ല ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഇന്നത്തെ ടോപ്പിക് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളോട് എന്തൊക്കെ കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള ടോപ്പിക്കാണ് നമ്മളിവിടെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ നല്ല രീതിയിൽ വിചാരിച്ചിട്ട് വേണം ഈ റീഡിങ് കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ എന്തോ ഒരു വളരെയധികം പ്രശ്നങ്ങളിൽ ഏർപ്പെട്ടിട്ട് നല്ല രീതിയിൽ ഒരു സമാധാനത്തിൻ്റെ ഒരു ലെവലിലേക്ക് വരാനായിട്ട് നോക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ, അതായത് ഒരുപക്ഷെ ഈ പേഴ്സണായിട്ട് നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൂടെ ആയിരിക്കാം പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, ഏത് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും മാനസികപരമായിട്ട് വളരെയധികം അകന്ന് നിൽക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, അതായത് ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ ലവേഴ്സ് ആയിരിക്കാം, എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിരിക്കാം. ഓക്കെ, എന്തും ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ചിലപ്പോൾ ഡെയിലി കാണുന്ന ആൾക്കാരായിരിക്കാം. ഓക്കെ, ചിലപ്പോൾ ഡെയിലി നിങ്ങൾ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. സോ ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നിങ്ങൾ രണ്ടുപേരും മനസ്സുകൊണ്ട് മാനസികപരമായിട്ട് വളരെയധികം അകന്നു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനസികപരമായിട്ട്, അതായത് നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, എന്നാലും ആ പണ്ടത്തെ പോലെ ഒരു അറ്റാച്ച്മെന്റ് നിങ്ങൾക്കിടയിൽ വരുന്നില്ല. ഓക്കെ, ഇവിടെ എന്തുകൊണ്ടോ ഒരു ഡിറ്റാച്ച്മെന്റ് എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ആൻഡ് ഓൾസോ നിങ്ങൾക്കിടയിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് തടസ്സങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ തമ്മിലുള്ള സംസാരം പോലും ക്ലിയർ ആയിട്ട് നടക്കുന്നില്ല, വ്യക്തമായിട്ടുള്ള രീതിയിലല്ല നടക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങൾക്കും മനസ്സിലാകുന്നില്ല, നിങ്ങൾ വിചാരിക്കുന്നത് ആ പേഴ്സണും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം കൃത്യമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പക്ഷേ ഇവിടെ നിങ്ങളിൽ നിന്നും ഈ പേഴ്സണെ ദൂരേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ, അതായത് മൂടപ്പെട്ട അവസ്ഥയാണ് കാണിക്കുന്നത്. അതായത് ഈ പേഴ്സന്റെ സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ ഒരു മൂടപ്പെട്ട് കിടക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണപ്പെടുന്നത്. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എന്താണ്, ആ ഒരു മൂടപ്പെട്ട എനർജി കിടക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ പേഴ്സന് മനസ്സിന് ഒരു സമാധാനവും സന്തോഷവും ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഒരു സമാധാനവും സന്തോഷം ഇല്ല, അതിൻ്റെതായ കാരണങ്ങളും ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഈ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് ഈ വ്യക്തിക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും മര്യാദക്കൊന്ന് സംസാരിക്കാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, മെസ്സേജ് ചെയ്യാം എന്ന് വിചാരിച്ചാൽ പോലും നിങ്ങളുടെ രണ്ടുപേരുടെ കമ്മ്യൂണിക്കേഷൻ തമ്മിൽ ഒരു ചേർച്ച വരുന്നില്ല. ചിലപ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് പെട്ടെന്ന് ദേഷ്യം കയറിയിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു സംസാരം സ്റ്റോപ്പ് ചെയ്തിട്ട് വേറെ വഴി തേടി പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല, പ്ലീസ് എന്നെ വെറുതെ വിടൂ, എനിക്ക് താല്പര്യമില്ല, ഗുഡ് ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം തന്നെ ബ്ലോക്ക് ചെയ്തിട്ട് പോകാം. അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ശപിക്കുന്ന രീതിയിൽ സംസാരിക്കുക. ഇങ്ങനത്തെ ഒരു രീതിയാണ് കാണിക്കുന്നത്. പക്ഷേ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഈ പേഴ്സൺ വളരെയധികം മാനസികപരമായിട്ട് വിഷമിക്കുന്നതായിട്ടും ഒറ്റപ്പെടുന്നതായിട്ടും ഡിപ്രഷൻ അടിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്കിടയിൽ ഒരുപാട് തല്ലുപിടുത്തങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ആ തല്ലുപിടിച്ച് കഴിയുമ്പോഴാണ് എന്തിനാണ് തല്ലുപിടിച്ചത് എന്നുള്ളത് പോലും നിങ്ങൾ ചിന്തിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒരുപാട് രഹസ്യങ്ങൾ മൂടപ്പെട്ട് കിടക്കുന്നുണ്ട്. അതായത് നിങ്ങൾ അറിയാത്ത കുറേ കാര്യങ്ങൾ ഈ പേഴ്സന്റെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഈ നിങ്ങളുടെ കാര്യത്തിൽ, അതായത് ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കാര്യത്തിൽ അത്രയും ഒരു രഹസ്യങ്ങളില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഈ വ്യക്തിയുടെ കാര്യത്തിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ രഹസ്യങ്ങൾ മറവ് ചെയ്തതായിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, അതായത് ഈ പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടാണ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത്. നമ്മളൊരു കാര്യം കംപ്ലീറ്റ് ആയിട്ട് ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ തുറന്ന് സംസാരിക്കണം, അല്ലേ? പക്ഷെ ഇവിടെ ആ പേഴ്സൺ അതിന് തയ്യാറാകുന്നില്ല എന്നാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ ഈ പേഴ്സണും നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ കാര്യങ്ങളിൽ അത്രയും അധികം ഡിഫറൻസസ് ഉണ്ട്, വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ളതും കാണിക്കുന്നു.
അതുകൊണ്ട് തന്നെ ഈ പേഴ്സണ് ചില സമയങ്ങളിൽ കൺഫ്യൂഷൻസ് വരുന്നുണ്ട്. അതായത് നിങ്ങളായിട്ടുള്ളത് മുന്നോട്ട് കൊണ്ടുപോകണോ പോകണ്ടേ, അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള കണക്ഷൻ എനിക്ക് ഈ വ്യക്തിക്ക് നല്ലതായിരിക്കോ അല്ലയോ എന്നുള്ള രീതിയിൽ ഈ പേഴ്സന്റെ മനസ്സിൽ തന്നെ നല്ല രീതിയിൽ കൺഫ്യൂഷൻസ് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ചില സമയത്ത് ഈ വ്യക്തിക്ക് നിങ്ങളോട് ഇൻട്രസ്റ്റ് വരികയും ചില സമയത്ത് ഓക്കെ വേണ്ട, ഒന്ന് വിട്ടു നിൽക്കാം, അല്ലെങ്കിൽ അകന്ന് നിൽക്കാം, മാറി നിൽക്കാം എന്നുള്ള രീതിയിലേക്ക് ഈ പേഴ്സൺ പോകുന്നുമുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് കാണാനാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ പേഴ്സണെ മടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ചാലഞ്ചിങ് സിറ്റുവേഷൻസ് ആണ്. അതായത് ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതായിട്ടുണ്ട്. മറ്റുള്ളവരെ പോലെ സിമ്പിളായിട്ട് പ്രണയിച്ച് കല്യാണം കഴിക്കാം, അല്ലെങ്കിൽ കല്യാണം കഴിച്ച് സുഖമായിട്ട് ഒരുമിച്ച് ജീവിച്ചു പോകാം, അങ്ങനത്തെ ഒരു ഈസി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നില്ല. ഈ വ്യക്തിക്ക് നിങ്ങളെ കൂടാണ്ട് മറ്റു പലവരുടെയും അഭിപ്രായങ്ങളും ഇഷ്ടങ്ങളും പരിഗണിക്കേണ്ട ഒരു ആവശ്യം വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളുമായിട്ട് മാത്രം ഒരുമിച്ച് അങ്ങോട്ട് ഒറ്റക്ക് ജീവിക്കാം, അങ്ങനെ ഈ പേഴ്സണെ കൊണ്ട് പറ്റുന്നില്ല. ചിലപ്പോൾ അങ്ങനെ ചെയ്തൂടെ എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാകാം. ഓക്കെ, നമ്മളല്ലേ ജീവിക്കേണ്ടത്, സോ നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ പോരെ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചോദിക്കുന്നുണ്ടാകാം, ഉപദേശിക്കുന്നുണ്ടാകാം. പക്ഷെ ഈ പേഴ്സൺ എന്തുകൊണ്ടോ സ്വന്തം കാര്യം നോക്കി അങ്ങനെ പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പ്രപ്പോസൽ ആയിട്ടാണ് നിങ്ങൾ വന്നതെങ്കിൽ ഈ പേഴ്സണ് ഒട്ടനവധി പ്രപ്പോസലുകൾ വേറെ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. സ്നേഹത്തിന്റെ ആ ഒരു പാനപാത്രം, കപ്പ് ഓഫ് ലവ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ഏഴെണ്ണമാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഈ വ്യക്തിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ന് വെച്ചിട്ട് നിങ്ങളോട് ഇഷ്ടമില്ല എന്നല്ല, പക്ഷേ ഈ വ്യക്തിക്ക് എല്ലാം കൂടെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോബ്ലം. അത് തന്നെയാണ് നിങ്ങളുടെ അടുത്ത് പറയാനും ആഗ്രഹിക്കുന്നത്. പക്ഷെ ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സണെ ഉപേക്ഷിച്ചിട്ട് പോകോ, ഇങ്ങനെയുള്ള പേടിയാണ് ഈ പേഴ്സണെ ഉള്ളിലേക്ക് വലിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങളെ നഷ്ടപ്പെടാനും പാടില്ല, എന്നാൽ നിങ്ങളെ ചേർത്ത് പിടിക്കാനും പറ്റുന്നില്ല. ഇത്തരം സിറ്റുവേഷൻസ് ആണ്. അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള ബ്ലാക്ക് മാജിക് എനർജിയോ അല്ലെങ്കിൽ മന്ത്രങ്ങള് തന്ത്രങ്ങള് സംതിങ് എന്തൊക്കെയോ കാര്യങ്ങളും കൂടെ ഇതിന്റെ ഇടയിൽ നടക്കുന്നുണ്ട്. ഓക്കെ, അതെന്തായാലും അധികം താമസിയാതെ അത് നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അതായത് നിങ്ങളെയും ഈ പേഴ്സണെയും തമ്മിൽ അകറ്റാൻ ശ്രമിക്കുന്ന ആ ഒരു ദുഷ്ടശക്തി ഏതാണോ അതെന്താണെന്നുള്ളത് നിങ്ങൾ അധികം വൈകാതെ അറിയുന്നതായിരിക്കും. അതാണ് നമുക്ക് ഈ ഒരു കാർഡ് റിവേഴ്സ് എനർജി ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ അത് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കാം. റിലാക്സിങ് എനർജിയിലേക്ക് വരണം. ബിക്കോസ് നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന കാർഡ്സ് റിലാക്സേഷൻ ആണ്. അതോടൊപ്പം തന്നെ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം. യെസ്, ഐ വാസന്റ് ഹാപ്പി ദ വേ തിങ്സ് വേർ ഗോയിങ്. യെസ്, നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഇടയിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയതിൽ ഈ വ്യക്തിക്ക് വളരെയധികം ദുഃഖമുണ്ട് എന്ന് തന്നെയാണ് ഈ പേഴ്സൺ പറയുന്നത്. അല്ലാണ്ട് സന്തോഷിച്ചൊന്നുമല്ല ഈ പേഴ്സൺ നിൽക്കുന്നത്. ഐ ഹാഡ് ടു ലെറ്റ് ടു ദിസ് ഗോ, ഐ കുഡ് ക്ലിയർ മൈ മൈൻഡ്. ഓക്കെ, അപ്പൊ ഇപ്പോൾ ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്നത് ഈ പേഴ്സണ് കുറച്ച് സ്വസ്ഥത വേണം എന്ന് വിചാരിച്ചിട്ടാണ്. അതായത് നിങ്ങൾ സ്വസ്ഥതയില്ലാത്ത ആൾക്കാരാണ്, അങ്ങനെയല്ല. ഈ പേഴ്സണ് ഒന്ന് തീരുമാനം എടുക്കാനായിട്ട് കുറച്ച് സമയം വേണം, മനസ്സിന് അല്പം ശാന്തത വേണം. അതാണ് ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. യെസ്, ഡാമേജ്, വി ആർ ബോത്ത് ഹേർട്ടിങ് ഫ്രം ദിസ്. ഓക്കെ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഈ പേഴ്സണ് നന്നായിട്ട് അറിയാം. കാരണം ഈ പേഴ്സൺ നിങ്ങളോട് ചെയ്യുന്നത് ശരിയല്ല എന്ന് ഈ വ്യക്തിക്ക് അറിയാം. സോ അങ്ങോട്ടും ഇങ്ങോട്ടും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് ഈ പേഴ്സണ് നന്നായിട്ട് അറിയാം. അതിൽ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ക്ഷമയും പറയുന്നുണ്ട്, ക്ഷമ ചോദിക്കുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.